ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് വളരെ മുമ്പ് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത്, കമ്പ്യൂട്ടറൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയ ആ സമയത്ത് മുതൽ ഉണ്ടായിരുന്ന പലതരം ടൈപ്പ് കമ്പ്യൂട്ടറുകൾ, അതിൻ്റെ ഒരു ഇവാല്യൂഷൻ, ഓക്കെ, ആ ഒരു പ്രോസസ്സ്. ഫസ്റ്റ് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഏത് ജനറേഷൻ ആയിരുന്നു, ജനറേഷൻ എന്നല്ല ഏത് ടൈപ്പായിരുന്നു, ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക്സ് ഡിവൈസ് ഓപ്പറേറ്റിംഗ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് ഓൺ മെമ്മറി that can accept input, process data according to the specified rules, produce information out and store the information for the future use. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനകത്ത് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു കമ്പ്യൂട്ടറിന് എന്താണെന്ന് കുറേ ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കണം. ഓക്കെ, കുറച്ച് ഇൻപുട്ട് ഡാറ്റ നമ്മൾ കൊടുക്കും. ആ ഇൻപുട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ അതേ ഔട്ട്പുട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്യും. ഫ്യൂച്ചറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, എ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ഓപ്പറേറ്റിംഗ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് ഓൺ മെമ്മറി that can accept data, അതായത് ഇൻപുട്ട്, പ്രോസസ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു സ്പെസിഫൈഡ് റൂൾസ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെ പ്രോസസ്സിങ് നടക്കും. നമ്മുടെ ഡിസൈൻ ചെയ്തിട്ടുള്ള റൂൾസും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ് നടക്കും. അതിനുശേഷം ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഡിസ്പ്ലേയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതാണ് ഒരു ബേസിക് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ക്ലാസിഫിക്കേഷൻ പല ടൈപ്പിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് നമുക്ക് ഈ 3 രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതായത് അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഒന്നാമത്തേത് അതാണ്. അതിൻ്റെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ള നോക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, അതിൻ്റെ ഓപ്പറേഷൻ ടൈപ്പ്, ഏത് ടൈപ്പാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ഈ ഒരു 3 രീതിയിലാണ് ബേസിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് അതിൻ്റെ പർപ്പസ് ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബേസ്ഡ്, അത് ഏത് രീതിയിലാണ് അതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റം, ഓപ്പറേറ്റിംഗ് മെത്തേഡ്, അതിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈസ്, ആ കമ്പ്യൂട്ടറിൻ്റെ സൈസിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ജസ്റ്റ് ബേസിക് ആയിട്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നുള്ള ആ ഒരു ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അത് 2 ടൈപ്പായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ജനറൽ പർപ്പസും പിന്നെ വരുന്നത് സ്പെഷ്യൽ പർപ്പസും. ഓക്കെ, ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറും. ഈ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. ഓക്കെ, ദീസ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സോൾവിങ് എ ബിസിനസ് പ്രോബ്ലം ആൻഡ് ഓൾസോ യൂസ്ഡ് ടു solve mathematical equations with some accuracy and consistency. Most of the computer now are general purpose digital computer. Okay, personal computers including desktop, notepad, notebook, smartphone, tablet, ഇതൊക്കെ എന്താണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിനകത്ത് വരുന്നതാണ്. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന, നമ്മുടെ സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. സാധാരണ ഗെയിമിങ്ങിനും ചെറിയ ഗെയിമിംഗ് ലെവലിലുള്ള കമ്പ്യൂട്ടറൊക്കെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. ഓക്കെ, പിന്നെ വരുന്നത് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഓക്കെ, ഒന്നാമത് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, പിന്നെ വരുന്നത് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറാണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. അതിനകത്ത് നമുക്ക് നോർമലി ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല
അത്തരം കമ്പ്യൂട്ടറുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻഡ്, മെയ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് ജോബ്. ഓക്കെ, ദീസ് ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ those purpose computer graphics and animation which are critical and need great accuracy and response like satellite launching, weather forecasting, etc. അതായത് ഇത്തരം സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർഡ്വെയർ തന്നെ വ്യത്യസ്തമായിരിക്കും. സാധാരണയുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ രീതിയിലുള്ള ഒരു കീബോർഡ്, മൗസ്, പ്രോസസ്സർ, റാം, ചെറിയൊരു ബോക്സ് അങ്ങനെയല്ലാതെ അതിൻ്റെ പർപ്പസ് തന്നെ വ്യത്യസ്തമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ECG, അതുപോലെ തന്നെ MRI സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിൽ നമുക്ക് വേറെ പർപ്പസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ, പിന്നെ കാലാവസ്ഥ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ATM മെഷീൻ. ATM മെഷീൻ തന്നെ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്, ടെല്ലർ മെഷീൻ. ഓക്കെ, അതും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ. രണ്ട് ടൈപ്പാണ്, ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും. അത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് സ്പെഷ്യൽ പർപ്പസ്. ജനറൽ കമ്പ്യൂട്ടർ എന്നാൽ നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിൽ വരുന്നതാണ്. പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് അനലോഗും ഡിജിറ്റലും, പിന്നെ വരുന്നത് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് അനലോഗും ഡിജിറ്റലും ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്: അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അനലോഗ് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അനലോഗ് ഡാറ്റ ആയിരിക്കും. അതായത് നമ്മൾ ഒരു അനലോഗ് ഇൻപുട്ട് ആയിരിക്കും കൊടുക്കുന്നത്, അതായത് ടൈം വേരിയിങ് ഇൻപുട്ട്. അനലോഗ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡാറ്റ അല്ല, അതൊരു അനലോഗ് ടൈം വേരിയിങ് ഡാറ്റയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ ടൈമിലും അതിൻ്റെ വാല്യൂ റാൻഡം ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് അല്ലാതെയാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത്. അതിനാണ് നമ്മൾ അനലോഗ് എന്ന് പറയുന്നത്. അനലോഗ് കമ്പ്യൂട്ടർ ഈസ് എ കമ്പ്യൂട്ടർ വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രോസസ് അനലോഗ് ഡാറ്റ. ഓക്കെ, അനലോഗ് ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനലോഗ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അനലോഗ് കമ്പ്യൂട്ടർ store data in continuous form of physical quantities and perform calculation with the help of measures. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ മറ്റ് മെഷർമെൻറ്റ്സ്, ഓക്കെ, അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഇതിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഒരു വാല്യൂ, റാൻഡം വാല്യൂ, ഡിജിറ്റൽ വാല്യൂ അല്ലാതെ ചെറിയ വാല്യൂകൾ. മെയിനായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ രീതിയിൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു അനലോഗ് ഫോമിലുള്ള ഒരു ഡാറ്റയാണ് നമ്മൾ അനലോഗ് കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു അനലോഗ് ഡാറ്റയാണ് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് അതേ രീതിയിൽ തന്നെ ഒരു അനലോഗ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ അനലോഗ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയും നമുക്ക് ഔട്ട്പുട്ടിൽ തരുന്ന ഡാറ്റയും എല്ലാം എന്തായിരിക്കും, അനലോഗ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ഡിജിറ്റൽ സിഗ്നലാണ്. അതായത് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 0 അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ഫോർമാറ്റ്. അതായത് 2 ലെവലായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഓക്കെ, ഇത് അനലോഗ് കമ്പ്യൂട്ടർ. ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് they are designed to operate in 2 states, namely bits 0 and 1. ഓക്കെ, 0 ബിറ്റ് അല്ലെങ്കിൽ 1 ബിറ്റ് അതിന് വേണ്ടിയിട്ട് അതിൽ ബേസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അതിനകത്ത് ഇൻ ബിറ്റ്വീൻ ആയിട്ട്, അതായത് 0ക്കും 1നും ഇടയ്ക്കുള്ള 0.5, 0.6 അങ്ങനെയുള്ള വാല്യൂസ് യൂസ് ചെയ്യുന്നില്ല. ഓൺലി പ്രോസസ് ബിറ്റ്സ് 0 and 1. ഓക്കെ,
they are analogous to state on or off. ഓക്കെ, ഓൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് മാത്രമാണ് അതിനകത്ത് സിഗ്നലിനകത്ത് ഉണ്ടാവുന്നത്. ഡാറ്റ ഓൺ ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ സീരീസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോർമൽ ഡിജിറ്റൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇപ്പോൾ വരുന്ന എല്ലാ കമ്പ്യൂട്ടറും ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. ഓക്കെ, അനലോഗ് കമ്പ്യൂട്ടർക്ക് വളരെ മുമ്പായിരുന്നു. അതായത് തുടക്കത്തിലുള്ള കമ്പ്യൂട്ടർക്ക് അനലോഗ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിനുശേഷം വന്ന കമ്പ്യൂട്ടേഴ്സ് ഒക്കെ എന്താണ്, ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. ഓക്കെ, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ്, മൊബൈൽ, ഇതൊക്കെ എന്താണ്, ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആർ ഐദർ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഓർ സ്പെഷ്യൽ പർപ്പസ് വൺ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും വരും, സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറും വരും. അതെല്ലാം എന്താണ്, ഡിജിറ്റൽ കമ്പ്യൂട്ടറിലെ ഒരു ഭാഗമാണ്. പിന്നെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിനകത്ത് ഈ രണ്ട് മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നത് അനലോഗ് സിഗ്നൽ ആണെങ്കിൽ കൂടെ ആ അനലോഗ് സിഗ്നലിനെ എന്ത് ചെയ്യും, ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് ഡിജിറ്റലി പ്രോസസ്സ് ചെയ്തിട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് രണ്ട് രീതിയിലുള്ള സിഗ്നൽസും യൂസ് ചെയ്യുന്നുണ്ട് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിനകത്ത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് കമ്പ്യൂട്ടർ. സൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. സൂപ്പർ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടർ, അങ്ങനെ ആണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ സൈസിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ്, ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം ഫുള്ളായിട്ട് ഈ കമ്പ്യൂട്ടർ ആയിരിക്കും. അതായത് ഈ ഹൈ കോൺഫിഗറേഷൻ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഒരു കളക്ഷൻ ആയിരിക്കും ഇതാണ് സൂപ്പർ കമ്പ്യൂട്ടർ. അത്രയും പ്രോസസ്സറുകളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ഹൈലി കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് ടാസ്ക് ക്യാൻ ബി effectively performed by means of supercomputers. Quantum physics, quantum mechanics, weather forecasting, molecular theory are best studied by means of supercomputers. Their ability of parallel processing and their well-designed memory hierarchy give the supercomputers large transaction processing powers. Okay, അപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരേ എന്താണ് പ്രോസസ്സ്, ഒരു ടാസ്ക് തന്നെ ഇത്രയും കമ്പ്യൂട്ടർ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കമ്പ്യൂട്ടേഴ്സ് പ്രോസസ്സിംഗ് ഈസ് യൂസ്ഡ് ഇൻ ദ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് പാരം. ഈ ഒരു മോഡൽ കമ്പ്യൂട്ടറാണ് നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് ആളെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ. ഓക്കെ, കുറേ റാക്കായിട്ട് കമ്പ്യൂട്ടറിലുള്ള ഒരു യൂണിറ്റ് അസംബിൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഫുള്ളായിട്ട്. ഇത്രയും പ്രോസസ്സിംഗ് ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കും സൂപ്പർ കമ്പ്യൂട്ടറിനകത്ത്. ഓക്കെ, പിന്നെ വരുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഏതാണ്ട് സൂപ്പർ കമ്പ്യൂട്ടർ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അത്രയും കൂടുതലായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് വരുന്നില്ല അതിനകത്ത്. അതിനേക്കാളും ചെറുതാണ്, അതായത് സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ ചെറുതാണ്. ലാർജ് organization use mainframe for highly critical applications such as bulk data processing and ERP, enterprise resource planning. Most of the mainframe computers have capabilities to host multiple operating systems and operate as a number of virtual machines. They can substitute several smaller servers. അപ്പോൾ ഒരു ചെറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ പറ്റി പറയാൻ പറ്റും. ഇതും ബൾക്കായിട്ട് പാരലൽ പ്രോസസ്സിംഗ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ക്യാപ്പബിലിറ്റി
സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ അത്രയും വരില്ല. ഓക്കെ, അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിനും മിനി കമ്പ്യൂട്ടറിനും ഇടയ്ക്ക് വരുന്ന ഒരു ലെവലാണ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതും എന്താണ്, ഒരു ബിൽഡിങ്ങിനകത്തൊക്കെ ഇത്രയും കമ്പ്യൂട്ടേഴ്സ് ചേർത്തിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് വരുന്നത്. അതിനകത്തും വെരി ഹൈ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസും പ്രോസസ്സിങ്ങും ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ PDF ഫയലിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് സൈസ്, പ്രോസസ്സിംഗ് ആൻഡ് കപ്പാസിറ്റി, മിനി കമ്പ്യൂട്ടേഴ്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ മെയിൻ ഫ്രെയിം ആൻഡ് മൈക്രോ കമ്പ്യൂട്ടർ. അതായത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെയും മൈക്രോ കമ്പ്യൂട്ടറിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കമ്പ്യൂട്ടറാണ് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. മിനി കമ്പ്യൂട്ടറും എന്താണ്, സൈസിൽ കുറച്ച് വലിയത് തന്നെയാണ്. അതായത് ഒരു ഫ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ 1-2 ഫ്രിഡ്ജിൻ്റെ അത്രയും സൈസൊക്കെയാണ് ഒരു മിനി കമ്പ്യൂട്ടറിൽ വരുന്നത്. ഇപ്പോൾ പഴയ കാലത്തെ കമ്പ്യൂട്ടറിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ടൈപ്പ് കമ്പ്യൂട്ടർ ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡെസ്ക്ടോപ്പിൻ്റെ ഒക്കെ ഈ ഒരു പുതിയ ജനറേഷനകത്ത് മിനി കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ചെറിയൊരു ബോക്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ചെറിയ വലിയ ബോക്സ് ഇല്ലാതെ എന്താണ്, ചെറിയൊരു ബോക്സ്. ഓക്കെ, ഒരു 15 സെൻറ്റിമീറ്റർ അത്രയൊക്കെ വീതി വലുപ്പം വരുന്ന ചെറിയൊരു ബോക്സ് വരും. അതിനകത്ത് HDMI പോർട്ടും കീബോർഡ് USB ഒക്കെ കണക്ട് ചെയ്യാനുള്ള പോർട്ടും മാത്രം വരുന്നുണ്ട്. ആ ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ മിനി കമ്പ്യൂട്ടർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വെച്ച് പറയുകയാണെങ്കിൽ മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഓൾമോസ്റ്റ് ഒരു ഫ്രിഡ്ജിൻ്റെ അത്രയും 1-2 ഫ്രിഡ്ജിൻ്റെ അത്രയും വരുന്ന സൈസുള്ള കമ്പ്യൂട്ടറാണ് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പഴയ കാലത്തുള്ള ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെയും മൈക്രോ കമ്പ്യൂട്ടറിൻ്റെയും ഇടയിൽ വരുന്ന സൈസാണ് മിനി കമ്പ്യൂട്ടറിനകത്തുള്ളത്. ഓക്കെ, they took up a space that would be needed for a refrigerator or two and used transistor and core memory technologies. ഓക്കെ, പഴയ ടൈപ്പിലുള്ള ടെക്നോളജി, ട്രാൻസിസ്റ്ററുകളും മെമ്മറികളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. 1-2 ഫ്രിഡ്ജിൻ്റെ സൈസാണ് ഈ മിനി കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് മൈക്രോ കമ്പ്യൂട്ടർ. അത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ടൈപ്പ് കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ, അതിനകത്ത് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് ശരിക്കും മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എല്ലാ കമ്പ്യൂട്ടറിനകത്തും മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സർ വരുന്നുണ്ട്. ഓക്കെ, അത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയാൻ കാരണം അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. പഴയ കാലത്തുള്ള കമ്പ്യൂട്ടറിലും പ്രോസസ്സർ യൂസ് ചെയ്തിരുന്നു. പക്ഷെ ആ പ്രോസസ്സറൊക്കെ എന്താണ്, വളരെ വലിയ സൈസല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ റൂമിനകത്തൊക്കെ അത്രയും വലിയ ഒരു കമ്പ്യൂട്ടറായിരുന്നു. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, മിനി കമ്പ്യൂട്ടറിനെയും പറ്റി പറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ഒരു യൂണിറ്റ് ആണ്. പണ്ടത്തെ ഹാർഡ് ഡിസ്കിനെ പറ്റിയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോറിയിൽ വെക്കാൻ പറ്റുന്ന അത്രയും വലിയ സൈസുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഒക്കെ ആയിരുന്നു ഏറ്റവും ഫസ്റ്റുള്ളത്. അത് 1 KB അല്ലെങ്കിൽ 1 MB അത്രയും സൈസുള്ള ഒരു ഹാർഡ് ഡിസ്ക് തന്നെ ഒരു ലോറിയിൽ വെക്കാൻ പറ്റുന്ന അത്രയും വലിയ സൈസായിരുന്നു പണ്ടത്തെ കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം 1000 GB 2000 GB ഒക്കെ ചെറിയ ഡാറ്റ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ടെക്നോളജിയുടെ. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ, ഞാൻ പറഞ്ഞത് ആ ഒരു പ്രോസസ്സറിൻ്റെ സൈസ് എന്താണ്, വളരെ ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സൈസിലോട്ട് വന്നു. ആ അത്തരം കമ്പ്യൂട്ടറുകളാണ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എ കമ്പ്യൂട്ടർ വിത്ത് എ മൈക്രോ പ്രോസസ്സർ ആൻഡ് ഇറ്റ്സ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് നോൺ ആസ് മൈക്രോ കമ്പ്യൂട്ടർ. ഓക്കെ, അത് ഓർത്ത് വെക്കുക, മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ദേ ഡി നോട്ട് ഓക്യുപ്പൈ സ്പേസ് ആസ് മച്ച് ആസ് മെയിൻ ഫ്രെയിം ഡു അല്ലെങ്കിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടർ പോലെ അത്രയും സ്പേസ് യൂസ് ചെയ്യുന്നില്ല. വെൻ സപ്ലിമെന്റഡ് വിത്ത് കീബോർഡ് ആൻഡ് മൗസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി കോൾഡ് ആസ് പേഴ്സണൽ കമ്പ്യൂട്ടർ. നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിനകത്ത് കീബോർഡും മൗസും ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയും. ഓക്കെ, പിന്നെ these computers can fit on desktop or
tables and prove the best choice for single user task. അപ്പോൾ ഈ മൈക്രോ കമ്പ്യൂട്ടർ വന്നതിന് ശേഷമാണ് പേഴ്സൺ, അതായത് വ്യക്തികൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഒരു ഡെസ്ക്ടോപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഡെസ്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ്. ഓക്കെ, അതിനു മുൻപ് മിനി കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ ഒക്കെ എന്താണ് സാധാരണക്കാർ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ അല്ല. ഓക്കെ, മിനി കമ്പ്യൂട്ടറും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഒക്കെ എന്താണ് സയന്റിഫിക് റിസർച്ച് ഏരിയകളിലും അതുപോലെ തന്നെ ഡിഫൻസ് അതുപോലത്തെ വലിയ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്താണ് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിരുന്നത്, മിനി കമ്പ്യൂട്ടറും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറൊക്കെ. പക്ഷെ മൈക്രോ കമ്പ്യൂട്ടറിന്റെ വരവിനോട് കൂടിയിട്ട് അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് എല്ലാവരും വാങ്ങിക്കാൻ തുടങ്ങി, പേഴ്സണൽ കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, മൈക്രോ കമ്പ്യൂട്ടർ ആണ് ആക്ച്വലി പേഴ്സണൽ കമ്പ്യൂട്ടർ. അതിനകത്ത് വരുന്നതാണ് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ എല്ലാ കമ്പ്യൂട്ടറുകളും ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ അതിലൊന്നാണ് ഡെസ്ക്ടോപ്പ്. ഓക്കെ, എ ഡെസ്ക്ടോപ്പ് ഇസ് ഡിഫൈൻഡ് ടു ബി യൂസ്ഡ് ഓൺ എ സിംഗിൾ ലൊക്കേഷൻ. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് എന്നാൽ നിങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഡെസ്ക്ടോപ്പ്. ഓക്കെ, spare parts of a desktop computers are readily available at relatively lower cost. Desktops are widely popular for daily use in the workplace and household. അപ്പോൾ നമുക്ക് അറിയാം, മിക്കവാറും എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് ഇപ്പോൾ എല്ലാവരെയും നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണ് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ മുകളിൽ വെക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ള പേര് തന്നെ വന്നത്. ഓക്കെ, അത് ജനറലായിട്ട് ലോ കോസ്റ്റും അതുപോലെ തന്നെ അവൈലബിലിറ്റി, അതിൻ്റെ സ്പെയർ പാർട്സുകളും കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ നല്ല ലോ കോസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡെസ്ക്ടോപ്പ് വളരെ പോപ്പുലർ ആണ്. ഓക്കെ, ഇത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഒരു മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിക്കവാറും എല്ലാവരും കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സിമിലർ in operation of to desktop, laptop computers are miniaturized and optimized for mobile use. അതായത് ഡെസ്ക്ടോപ്പിന്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് ഇതിന്റെ മൊബിലിറ്റിയാണ്. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അഡീഷണൽ ആയിട്ട് അതിനകത്തൊരു ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. നമുക്ക് സ്പേസിന്റെ ഒരു പ്രോബ്ലം, നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് മറ്റുള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ട് ലാപ്ടോപ്പ് റൺസ് ഓൺ എ സിംഗിൾ ബാറ്ററി ഓർ എക്സ്റ്റേണൽ അഡാപ്റ്റർ ദാറ്റ് ചാർജസ് കമ്പ്യൂട്ടർ ബാറ്ററീസ്. ഒരു ചാർജറും ബാറ്ററിയും ഒക്കെ ഉള്ള ഒരു യൂണിറ്റ് ആണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ദേ ആർ എനേബിൾഡ് വിത്ത് ഇൻബിൽറ്റ് കീബോർഡ്, ടച്ച് പാഡ് ആൻഡ് ആക്ടിങ് ആസ് എ മൗസ് ആൻഡ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ദെയർ പോർട്ടബിലിറ്റി ആൻഡ് കപ്പാസിറ്റി to operate on battery power have proven to be great help to mobile users. അപ്പോൾ ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീബോർഡ് മൗസും ബിൽറ്റിൻ ആയിട്ട് ആ ഒരു ഡിവൈസിനകത്ത് തന്നെ വരുന്നതാണ്. ഡെസ്ക്ടോപ്പിൽ നമുക്ക് എന്താണ് കീബോർഡും മൗസും നമ്മൾ സെപ്പറേറ്റ് കണക്ട് ചെയ്യണം അല്ലേ, ഡിറ്റാച്ചബിൾ ആണ്. ഓക്കെ, യൂസർ മാനുവലായിട്ട് അതിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഡിവൈസാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കീബോർഡ്, മൗസ്, ക്യാമറ, പിന്നെ സ്പീക്കർ, എല്ലാ കാര്യങ്ങളും ഈ ലാപ്ടോപ്പിനകത്ത് എന്താണ് ബിൽറ്റിൻ ആണ്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും അതിനകത്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റാണ്. അത്യാവശ്യം വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് പ്രിന്റർ, അങ്ങനെയുള്ള സ്കാനർ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുള്ള പോർട്സ് നമുക്ക് ലാപ്ടോപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദേ ആർ എനേബിൾഡ് വിത്ത് ആൻ ഇൻബിൽറ്റ് കീബോർഡ്, മൗസ് ആൻഡ് ഡിസ്പ്ലേ. ഓക്കെ, അതാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. ഡെസ്ക്ടോപ്പിന്റെ എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബാറ്ററി യൂസ് ചെയ്യുന്നതും പിന്നെ കീബോർഡ്, മൗസ് എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ആ ഒരു തരം കമ്പ്യൂട്ടറാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലാപ്ടോപ്പും ഈ നോട്ട്ബുക്സും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ഈ ലാപ്ടോപ്പ് നമുക്കറിയാം, നമുക്ക് പോർട്ടബിലിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടറാണ് ലാപ്ടോപ്പ്, ബിൽറ്റ് ഇൻ കീബോർഡ്, മൗസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി
ലാപ്ടോപ്പും നോട്ട്ബുക്കും ഓൾമോസ്റ്റ് എന്താണ് ലാപ്ടോപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഈ നോട്ട്ബുക്ക് ഒക്കെ റിലീസായ ടൈമിൽ, അതായത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എന്താണ് ലാപ്ടോപ്പിനേക്കാളും കേപ്പബിലിറ്റി കുറവായിരുന്നു നോട്ട്ബുക്സിന്. ഓക്കെ, അതിനകത്ത് CD-ROM ഒന്നും വരുന്നില്ല. ഓക്കെ, അതിൻ്റെ സൈസ്, അതായത് ഡാറ്റ സ്റ്റോറേജ് സൈസൊക്കെ വളരെ ചെറുതായിരുന്നു നോർമൽ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച്. ഓക്കെ, റാം സൈസ് കുറവായിരുന്നു, ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് വളരെ കുറവായിരുന്നു തുടക്കത്തിൽ. ഓക്കെ, അതുപോലെ തന്നെ പ്രോസസ്സിങ് സ്പീഡും കുറവായിരുന്നു. അപ്പോൾ ദേ fall in category of laptop but are inexpensive and relatively smaller in size. ഓക്കെ, നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പിനേക്കാളും സൈസ് കുറവായിരുന്നു. ദേ ഹാഡ് എ സ്മോളർ ഫീച്ചർ സെറ്റ്. ഓക്കെ, ഫീച്ചർ സെറ്റ് കൂടെ സ്മോളർ ആയിരുന്നു. ആൻഡ് ലെസ്സർ ക്യാപ്പബിലിറ്റീസ്. ഓക്കെ, അതിനുള്ള കഴിവുകൾ, അതായത് എൻ്റെ ഫീച്ചേഴ്സ് കുറവായിരുന്നു ലാപ്ടോപ്പിനെ അപേക്ഷിച്ച്. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ദേ കെയിം ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ എന്താണ് നമ്മുടെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, ഈ നോട്ട്ബുക്കിൻ്റെ ഫീച്ചേഴ്സ് കൂടാൻ വന്നു. ഓക്കെ, നോട്ട്ബുക്ക് ബിഗാൻ ടു ഫീച്ചറിങ് ഓൾമോസ്റ്റ് എവറിത്തിങ് ദാറ്റ് എ ലാപ്ടോപ്പ് ഹാഡ്. ഓക്കെ, ഒരു ലാപ്ടോപ്പിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ വരുന്നത് അതിനെ ശരിക്കും ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി നോട്ട്ബുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ നോട്ട്ബുക്ക് ഇറങ്ങിയ സമയത്ത് അതിന് ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് ഫീച്ചേഴ്സ് കുറവായിരുന്നു. ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് ആയാലും അതിൻ്റെ പ്രോസസ്സിങ് സ്പീഡായാലും വളരെ കുറവായിരുന്നു. പക്ഷേ എന്താണ് അഡ്വാൻസ്ഡ് ടെക്നോളജി വരുന്നതിനനുസരിച്ച് എന്താണ് നോട്ട്ബുക്കിൻ്റെ ഫീച്ചേഴ്സ് ലാപ്ടോപ്പിനേക്കാളും കൂടി. പിന്നെ നോട്ട്ബുക്കും ലാപ്ടോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസിൽ മാത്രമായി ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, പിന്നെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ CD ഡ്രൈവ് അവൈലബിൾ ആയിരിക്കില്ല നോർമലി. ഓക്കെ, അതിൻ്റെ സൈസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നത്. സൈസ് മാക്സിമം കുറയ്ക്കുക, അതുപോലെ തന്നെ പെർഫോമൻസ് മാക്സിമം കൂട്ടുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു CD ഡ്രൈവ് വരില്ല. പിന്നെ USB പോർട്ട് കൂടുതലായിട്ട് വരില്ല, 2-3 USB പോർട്ട് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം കുറയും. പിന്നെ സ്ക്രീനൊക്കെ എന്താണ് വളരെ തിന്നായിട്ടുള്ള സ്ക്രീൻ ആയിരിക്കും, തിന്നായിട്ടുള്ള സൈസാണ്. ഒരു നോർമൽ ലാപ്ടോപ്പിൻ്റെ സൈസ് ഒരു 1.7 kg വരെയൊക്കെ ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൻ്റെ സൈസ് വരുന്നത് ഒരു 1/2 kg അല്ലെങ്കിൽ ഒരു 3/4 kg അത്രയൊക്കെയാണ് ഒരു നോട്ട്ബുക്കിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നോട്ട്ബുക്കിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്താണ് ഫിംഗർ ലോഗിൻ, ഫിംഗർ സെൻസ് ചെയ്തിട്ട് ഫിംഗർ പ്രിന്റ് സെൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കണ്ണ് നമ്മുടെ ഐറിസ് സ്കാൻ ചെയ്യുന്നതായിട്ടുള്ള പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി പുതിയ ലാപ്ടോപ്പിനകത്തും നോട്ട്ബുക്കിനകത്തൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ SSD ഹാർഡ് ഡിസ്ക്, അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുണ്ട് SSD ഹാർഡ് ഡിസ്കിനെ പറ്റിയൊക്കെ. അപ്പോൾ SSD ഹാർഡ് ഡിസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ 2-3 അല്ലെങ്കിൽ 4-5 സെക്കൻഡ് കൊണ്ട് തന്നെ ഡെസ്ക്ടോപ്പിലെ സ്ക്രീന് ഐക്കൺസ് ഒക്കെ വരുന്ന രീതിയിൽ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലാപ്ടോപ്പും നോട്ട്ബുക്കും ഒക്കെ എന്താണ് നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വരുന്ന എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ വരുന്നത് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് PDA എന്ന് പറയുന്നത് ഒരു എന്താണ് പാം ടോപ്പ് എന്ന് പറയാം. അതിന് നമ്മുടെ കയ്യിൽ മൊബൈൽ പോലെ യൂസ് ചെയ്യുന്ന വളരെ ചെറിയ ഒരു ഡിവൈസാണ്. പക്ഷേ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിനകത്തുണ്ട്. നമുക്ക് ബ്രൗസർ യൂസ് ചെയ്യാൻ പറ്റും, ഗൂഗിളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ടച്ച് സ്ക്രീൻ ഉണ്ട്, ഒരു എന്താണ് സ്റ്റൈലസ്, നമുക്ക് മൗസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റൈലസ്, ഒരു പെൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് മൗസ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിനകത്ത് എന്താണ് മൾട്ടിമീഡിയ പ്ലെയർ ആയിട്ട്, അതായത് മ്യൂസിക് പ്ലെയർ ആയിട്ടും ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ടാവും, മെമ്മറി കാർഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ്ഡ് ആസ് പോർട്ടബിൾ ഓഡിയോ പ്ലെയർ, വെബ് ബ്രൗസർ ആൻഡ് സ്മാർട്ട് ഫോൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ബിൽറ്റിൻ ബ്ലൂടൂത്ത്, വൈഫൈ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വയർലെസ് വഴി ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്, ഒരു മൊബൈലിൻ്റെ അത്രയും വരുന്നുള്ളൂ. ഓക്കെ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാം ടോപ്പ് അല്ലെങ്കിൽ PDA എന്ന് പറയുന്നത്. അതും ഈ മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്.
പിന്നെ വരുന്നത് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ. ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ്, എല്ലാ കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ് ഉള്ളതാണ്. ടാബ്ലറ്റ് പോലെയും യൂസ് ചെയ്യാൻ പറ്റും. ടാബ്ലറ്റ്സ് ആർ മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ വെരി ഹാൻഡി ടു യൂസ്. ഓക്കെ, ഒരു ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 2 ടൈപ്പ് വരുന്നുണ്ട്. അതായത് ഈ കീബോർഡ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് വരുന്നുണ്ട്. പിന്നെ വേറെ എന്താണ്, കീബോർഡ് ബിൽറ്റിൻ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയിട്ട് വരുന്നതുണ്ട്. കീബോർഡ് സെപ്പറേറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള അതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ they use a touch screen technology. Tablets come with on screen keyboard or use a stylus or a digital pen. ഇത്തരത്തിലുള്ള ലാപ്ടോപ്പ്, അതായത് ഇത്തരത്തിലുള്ള ടാബ്ലറ്റ് കമ്പ്യൂട്ടറിനകത്ത് സാധാരണയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മൈക്ക് വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്. കീബോർഡ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ക്രീനിൻ്റെ താഴെ ഒരു കീബോർഡ് സെപ്പറേറ്റ് ഒരു യൂണിറ്റ് വരും. അതിനകത്തോട്ട് ഇത് ഇൻസെർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലാപ്ടോപ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല, ആ ഒരു ടാബ്ലറ്റ് പോലെ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡ് ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ നോർമൽ കമ്പ്യൂട്ടർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കീബോർഡിന് പകരം ഓൺ സ്ക്രീൻ കീബോർഡ് OSK, അതായത് ഓൺ സ്ക്രീനകത്ത് തന്നെ നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ കീബോർഡിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരും. ആ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ബ്രൗസ് ചെയ്യാനും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. വൈഫൈ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ USB പോർട്ടും സൈഡിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ എക്സ്റ്റേണൽ കീബോർഡോ മറ്റോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് പറയാം. അപ്പോൾ കമ്പ്യൂട്ടറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റ ഔട്ട്പുട്ട് നമുക്ക് തരുന്ന ഒരു ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദ പർപ്പസ്, അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ, അക്കോർഡിംഗ് ടു ദ സൈസ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ പർപ്പസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ജനറൽ പർപ്പസ്, സ്പെഷ്യൽ പർപ്പസ്. ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതെല്ലാം എന്താണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. സാറ്റലൈറ്റ് ലോഞ്ചിങ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ, MRI സ്കാനിങ്, അങ്ങനെ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ഇതാണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ, അതിൽ വരുന്നത് അനലോഗ്, ഡിജിറ്റൽ ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അനലോഗ് കമ്പ്യൂട്ടറിനകത്ത് വരുന്നത് എന്താണ്, ഡാറ്റ പ്രോസസ്സിങ് ഫുള്ള് അനലോഗ് ആയിരിക്കും. അതായത് ഡാറ്റ കൊടുക്കുന്നതും നമ്മൾ അനലോഗ് ആയിരിക്കും. അതേ അനലോഗ് ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് അനലോഗ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ഡാറ്റയാണ്. ആ ഡിജിറ്റൽ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടും ഡിജിറ്റലായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അത് സ്ക്രീനിൽ കിട്ടാം, അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ടുള്ള ഏതെങ്കിലും ഡിവൈസ്, പേപ്പർ, അങ്ങനെയുള്ള ഡിജിറ്റൽ ഡാറ്റയാണ് മെയിനായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സിങ് എന്താണ്, ഡിജിറ്റൽ ആണ്. 0 and 1 ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അനലോഗ് വാല്യൂസ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അനലോഗും ഡിജിറ്റലും യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അനലോഗ് ആണെങ്കിൽ പോലും ആ അനലോഗ് ഡാറ്റയെ ഡിജിറ്റലായി കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് ഡിജിറ്റലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ്, അതായത് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറും ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതാണ്. ഓക്കെ, പിന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ സൈസ്. ഓക്കെ, സൈസിനകത്ത് വരുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ഞാൻ പറഞ്ഞു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താണ് മോളിക്കുലാർ കമ്പ്യൂട്ടർ, മോളിക്കുലാർ സയൻസ്, ക്വാണ്ടം ഫിസിക്സ്, അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ്, അതുപോലുള്ള ഹൈലി ആക്യുറസി വേണ്ടതും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. അത് ഒരു വലിയൊരു ഹാള് മുഴുവനായിട്ടും ആ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. അതും വളരെ ഹൈ കോൺഫിഗറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. അതിന് പാരലൽ പ്രോസസ്സിങ്, അതായത് ഈ ഒരേ ടൈമിൽ ഇതെല്ലാം കൂടി പ്രോസസ്സ് ചെയ്യാൻ, പാരലായിട്ട് വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കമ്പ്യൂട്ടറിൻ്റെ എന്താണ് പ്രോസസ്സിങ് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു വർക്കായിരിക്കും അത് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ്
പാരം, PARAM. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതിന് താഴെ വരുന്ന ടൈപ്പാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും എന്താണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബൾക്ക് സൈസാണ് വരുന്നത്, ഒരു റൂമിലൊക്കെ വരും. ഓക്കെ, ഇതിൻ്റെ സൈസ്. പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും ചെറുതായിരിക്കും, അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ അതിനേക്കാളും കുറവായിരിക്കും. പിന്നീട് വരുന്നത് മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1-2 ഫ്രിഡ്ജിൻ്റെ സൈസ് വരും എന്നാണ് പറയുന്നത്. അതിൻ്റെ പെർഫോമൻസ് വരുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെയും മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ ഇടയിലാണ് അതിൻ്റെ പെർഫോമൻസ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇതൊന്നും പേഴ്സണൽ യൂസിന് യൂസ് ചെയ്തിരുന്നില്ല നോർമലി. അതെല്ലാം എന്താണ് ഈ സയൻറ്റിഫിക് റിസർച്ച് അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടർ. ആക്ച്വലി മൈക്രോ കമ്പ്യൂട്ടറാണ് ആൾക്കാർ ഇൻഡിവിജ്വലി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത് മൈക്രോ കമ്പ്യൂട്ടറാണ്. ഓക്കെ, അതിനകത്ത് എന്താണ് സെപ്പറേറ്റ് USB കീബോർഡ്, മൗസ്, സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നു. ഈ മൈക്രോ കമ്പ്യൂട്ടറിനകത്താണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പിന്നെ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ അതൊക്കെ വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിൻ്റെ ലൊക്കേഷൻ ഒരു സ്ഥലത്ത് ഫിക്സ് ആണ്. അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ കമ്പോണൻസ് ഒക്കെ ബൾക്കിൻ സൈസാണ്. ഓക്കെ, കൂടുതൽ സൈസ് ഉണ്ടാവും. സ്ക്രീന് വേറെ, കമ്പ്യൂട്ടറിൻ്റെ സൈസ് കൂടുതലായിരിക്കും. പിന്നെ സ്പെയർ പാർട്ട്, കീബോർഡ്, മൗസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് വെക്കണം. ഓക്കെ, ഒരു ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ലൈൻ പവർ യൂസ് ചെയ്യണം. ഓക്കെ, ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ലാപ്ടോപ്പിൽ വന്ന സമയത്ത് എന്താണ് അതിനകത്ത് ഇന്റേണൽ ബാറ്ററി യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് മൊബിലിറ്റി കിട്ടി. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസിലും വീട്ടിലും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാറ്റ അതേ രീതിയിലകത്ത് കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാവും. നമുക്ക് ഓഫ് ചെയ്തിട്ട് ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബിൽറ്റിൻ ബാറ്ററി ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ. അതുപോലെ തന്നെ അതിൻ്റെ കീബോർഡ്, മൗസ്, ക്യാമറ, സ്പീക്കർ കാര്യങ്ങളെല്ലാം എന്താണ് അതിനകത്ത് ബിൽറ്റിൻ ആണ്. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. USB പോർട്ടിൽ കണക്ട് ചെയ്താൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കീബോർഡ്, മൗസ് ഒക്കെ യൂസ് ചെയ്യാം. അത് എക്സ്ട്രാ ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ അതാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പോലെ തന്നെയാണ്. പക്ഷേ നോട്ട്ബുക്കിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ലാപ്ടോപ്പിൻ്റെ അത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ടെക്നോളജി കൂടിയപ്പോൾ എന്താണ് ലാപ്ടോപ്പിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ കേപ്പബിലിറ്റി ഉള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ നോട്ട്ബുക്കിന് കിട്ടിത്തുടങ്ങി. ഇപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന പഴയ ടൈപ്പ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കൂടുതലും വരുന്നത് മാർക്കറ്റിൽ വരുന്നത് നോട്ട്ബുക്സ് മാത്രമാണ്. ലാപ്ടോപ്സ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പ്, അത്രയും പെർഫോമൻസും ഓവർ ഹീറ്റൊക്കെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ലാപ്ടോപ്പ് വരുന്നുണ്ട്. ഗെയിമിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് വരുന്നുണ്ട്. പക്ഷേ കൂടുതലായും നോർമൽ യൂസിന് വരുന്നത് നോട്ട്ബുക്കുകളാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, പിന്നെ PDA പാം ടോപ്പ് എന്ന് പറയും. അതായത് ഈ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഫങ്ഷൻസും വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഒരു മൊബൈലിൻ്റെ അത്രയും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് പാം ടോപ്പ് എന്ന് പറയുന്നത്. ഈ ടേബിളിൽ വെക്കുന്ന ഡെസ്ക്ടോപ്പ് എന്ന് പറയും, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് പാം ടോപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് ഒരു ടച്ച് സ്ക്രീനും മെമ്മറി കാർഡും സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓഡിയോ പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റും, ഒരു ഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബിൽറ്റിൻ ബ്ലൂടൂത്ത്, വൈഫൈ ഉള്ളത് കൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് അതുവഴി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എന്താണ് ലാപ്ടോപ്പ് പോലെ തന്നെയാണ്. പക്ഷേ എന്താണ് അതിന് കീബോർഡ് നമുക്ക് ഡിറ്റാച്ചബിൾ ആയിരിക്കും. കീബോർഡ് ഇല്ലാതെ നമുക്ക് ബിൽറ്റിൻ ഓൺ സ്ക്രീൻ കീബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെറും ഒരു മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ മിക്കവാറും ഞാൻ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.